ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നമ്മുടെ മുരിങ്ങയ്ക്കയും ചക്കക്കുരും തക്കാളിയും എല്ലാം ചേർത്തിട്ടുള്ള നാടൻ ഒഴിച്ചുകറി. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒന്നര പിടി ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരു 1.5 പിടി ചക്കക്കുരു എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിൽ ചക്കക്കുരുവും തക്കാളിയും ചേർത്തിട്ട് വയ്ക്കാം. ചക്കക്കുരു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്കയും തക്കാളിയും ചേർത്തിട്ട് ഉണ്ടാക്കാം ഈ കറി. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതും ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. 3 കൂടി ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ചക്കക്കുരു മുരിങ്ങയ്ക്കയും ചേർത്ത് ചട്ടിയിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചക്കക്കുരു കുക്കായി കിട്ടാനായിട്ട് 1 വിസിൽ വരുന്നത് വരെ ഞാനിപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അതിന് ശേഷമാണ് മുരിങ്ങയ്ക്കയും തക്കാളിയും ഒക്കെ ചേർത്ത് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചക്കക്കുരു ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം നമ്മളിതാ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്താലും മതി. നമുക്ക് ഏതാണോ കട്ട് ചെയ്യാൻ എളുപ്പം ആ രീതിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കഷ്ണങ്ങളിലൊക്കെ വെള്ളം വേണ്ടതാണ്. ചക്കക്കുരുവിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. 1 വിസിൽ വരുന്നത് വരെ മാത്രം മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബാക്കി ചക്കക്കുരുവിൻ്റെ കുക്കിംഗ് നമ്മുടെ മുരിങ്ങയ്ക്കയുടെയും തക്കാളിയുടെയും കൂടെ ചേർന്നിട്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയിലേക്ക് 2 ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 പച്ചമുളക് അരയ്ക്കാനെടുക്കാം. ബാക്കിയുള്ള പച്ചമുളക് കുക്ക് ചെയ്യാനെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പിനും ഒരു എരിവ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുരിങ്ങയ്ക്കയുടെയും ചക്കക്കുരുവിൻ്റെയും കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് വേവിച്ചാലും മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. കുറച്ച് വെള്ളം ചേർത്ത് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ ചക്കക്കുരു 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. മുരിങ്ങയ്ക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ പച്ചമുളകായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒന്ന് കുറുകെ കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില. നമ്മൾ ഒട്ടും തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ കഷ്ണങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണിലും താഴെ നമ്മുടെ മുളക് പൊടി. ഒരുപാട് കളർ മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ചേർക്കാം. ചക്കക്കുരു വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു വെള്ളത്തോടു കൂടി ചേർക്കാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും കൂടി ചേർന്ന് ഒന്ന് കുക്കായി വരട്ടെ. ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ, മുരിങ്ങയ്ക്ക പകുതി കുക്കായി കഴിയുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാം. ഇപ്പോൾ ഇത് രണ്ടും കുക്കായി വരട്ടെ. ചക്കക്കുരു കുക്കായിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് കുക്കാവാനേ ഉള്ളൂ. മുരിങ്ങയ്ക്ക ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും പകുതി കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി 8 പീസായിട്ട്, അതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. തക്കാളി വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി തക്കാളിയും കൂടി ചേർന്ന് കുക്കായി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ, ഒരുപാട് വെള്ളം വറ്റണ്ട, ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ചേർത്ത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 8 മിനിറ്റ് ആയി. ഇപ്പോൾ മുരിങ്ങയ്ക്കെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയും കുക്കായി തുടങ്ങി, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് കുറച്ച് വെള്ളം കൂട്ടി തന്നെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഇത് ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമുക്കിതിന്
പകരമായിട്ട് വേറൊരു രീതിയിൽ ചെയ്യാം ഈ കറി. മോരൊഴിച്ചിട്ടും ചെയ്യാം കേട്ടോ. തക്കാളി ചേർക്കാതെ മോരൊഴിച്ചിട്ടും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് ഒരു ദിവസം വീഡിയോ ചെയ്യാം. അപ്പോൾ മോരുകറി ആയിട്ട് കിട്ടും. ചക്കക്കുരു മുരിങ്ങയ്ക്ക് എല്ലാം ചേർത്തിട്ടുള്ള മോരുകറി. അപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരുവിലും മുരിങ്ങയ്ക്കയിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറവാണ് ഗ്രേവി എല്ലാം ചേർന്ന് വരുമ്പോൾ എന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കറി തിളച്ച് പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ചെറിയ ബബിൾസ് വരാനേ പാടുള്ളൂ. നന്നായിട്ട് തിള വരാൻ പാടില്ല. ചില കറികളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ നന്നായിട്ട് തിള വരുന്നത് വരെ തിളപ്പിക്കരുത്. ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് നല്ലത്. തിളപ്പിച്ച് മീൻസ് നമ്മൾ ആവി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് ആവി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ബബിൾസ് വന്നു തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. നമ്മൾ അരയ്ക്കുമ്പോൾ അരപ്പിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ചക്കക്കുരുവിൻ്റെ ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെജിറ്റബിൾ കറികളിൽ വെളുത്തുള്ളി അധികം ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്നും ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി കേട്ടോ. ഒരുപാട് ഡാർക്ക് ആവരുത്. ഇതിലേക്ക് എരിവ് കുറവാണെങ്കിൽ ഒരു 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. നമ്മൾ കറിയിൽ എരിവ് ചെക്ക് ചെയ്യുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളി കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് വറവ് ചേർക്കാം കേട്ടോ. അപ്പോൾ 2 രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ എരിവ് ചെക്ക് ചെയ്തപ്പോൾ എരിവ് കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇനി മുളക് പൊടിയൊന്നും എണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് കറിക്ക് എരിവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി വറ്റൽമുളക് ചേർക്കാം. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചൂട് മാറിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ആ തക്കാളിയുടെ പുളിയൊക്കെ മുരിങ്ങക്കയിലേക്ക് നമ്മുടെ ചക്കക്കുരുവിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് അരപ്പൊക്കെ കറക്റ്റായി ചൂടൊക്കെ മാറി വന്നിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുക. ചൂടോടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കുന്ന സമയമാകുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിയും മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും ചേർന്ന് നാടൻ ഒഴിച്ചേറി. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണോ ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. പിന്നെ ഇഷ്ടമായ റെസിപ്പികളാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.